നോക്കിയാ നമ്മള് വെള്ളം അങ്ങനെ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ട തിളച്ച് വരുമ്പോൾ വേണ്ട വെള്ളം വരുന്നേ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട് വേണ്ട. അപ്പോൾ നമുക്കിത് ഒന്ന് ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വയോട്ടാ. ഞാനുണ്ടല്ലോ നോക്കി നമ്മുടെ കൂർക്കയ്ക്ക് നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്താ 3 കതിര് വേപ്പില. പിന്നെ നമ്മൾ നോക്കിയാൽ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളച്ചീന കേട്ടോ. അപ്പോൾ അത് നമുക്ക് വെറുതെ ഇങ്ങനെ നടുചീന്തി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നോക്കിയേ 2 കഷ്ണം ഇഞ്ചി, അത്യാവശ്യം എളുപ്പമുള്ള കഷ്ണം ഇഞ്ചിയായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇഞ്ചി ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, ഇത്തിരി ടേസ്റ്റ് കൂടും. അതും നമുക്കിങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വയറ്റിലേക്ക് പോകണം. ആ രീതിയിൽ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതാ തീ കത്തിച്ച് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പുമ്പോൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് ഇത്തിരി മുളകും മല്ലിയും മഞ്ഞളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. വെളിച്ചെണ്ണ ഒഴിക്കാണ്ടായിട്ട് നമ്മൾ വറുത്തെടുക്കാം. അപ്പോൾ ചീനച്ചട്ടി നോക്കിയത് നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുളകും മല്ലിയും വറുത്തെടുക്കലേ വേണ്ടു. അപ്പം ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. കാരണം നമ്മുടെ ഈ ചീനച്ചട്ടിയുടെ ചൂട് മതി നമ്മുടെ മുളകും മല്ലിയൊക്കെ ഒന്ന് വറുത്ത് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു 2.5 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണേ. 2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. നമുക്കിതിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. കാരണം എൻ്റെ ചീനച്ചട്ടി ആയ കാരണമാണ് നമ്മുടെ ചീനച്ചട്ടിക്ക് ഇത്രയും ചൂട് നിൽക്കുന്നത്. അപ്പം ഞാൻ തീ കത്തിച്ചിട്ടാണ് നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ പൊടികളൊക്കെ വറുത്തെടുക്കണേ കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂട് മതി നമ്മുടെ ഇതൊക്കെ ഒന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ മുളകും മല്ലിയൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഒരു മണം പോലെ വരും കേട്ടോ. ആ വറവ് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഉണ്ടല്ലോ എന്താ ഒരു 3 ടീസ്പൂൺ അവിടേക്ക് പച്ച വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചു കൊടുക്കണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പൊടി കൊടുക്കും. ഉപ്പ് ഞാനിതാ 1 ടീസ്പൂണും ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് അമർത്തി തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തേല് നമ്മുടെ കൂർക്ക വേവാനുള്ള വെള്ളം കൊടുക്കണം. അപ്പോൾ ചില കൂർക്കകൾക്ക് വേവുണ്ട്. ഇപ്പം നമ്മുടെ കൂർക്കൊക്കെ പെട്ടെന്ന് വേവും. അപ്പം ഞാനിതാ കൂടുതൽ ഇട്ട് കൊടുക്കണില്ല. ഒന്നിങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ കണ്ട വെള്ളം ഒപ്പം നിൽക്കേണ്ട രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് നമ്മുടെ ചട്ടിയുടെ അടുപ്പുമ്പോൾ കയറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ കുറച്ച് വയ്ക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഇതാ നമ്മുടെ ചാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഏതാണ്ട് 1 കിലോനേക്കാളും കൂടുതലുണ്ടാവും തോന്നുന്നു നമ്മുടെ കൂർക്ക. അപ്പോൾ ഇത്ര നമ്മൾ മേടിക്കാത്ത കൂർക്ക കഴിക്കാൻ എനിക്ക് ഇത്ര കിലോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഏതാണ്ട് അതേപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മുടെ ചാള ഇപ്പോൾ ഒരു 3/4 കിലോ ചാളയുണ്ട്. ഇതിന് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതാ ഒരു 1/4 ടീസ്പൂണിൻ്റെ അവിടേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാളയിലേക്ക് ആവശ്യത്തിനുള്ള ഇതാ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. വെറുതെ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ ചാളയിൽ. ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതാ ഇപ്പുറത്ത് ഞാൻ എന്താ ഒരു പാൻ വെച്ച് തീ കത്തിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ചാള ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചാള കഴുകിയെടുക്കുമ്പോൾ ഒരു തുണ്ട് വെള്ളം ഉണ്ടായിരുന്നു. അത്രയും വെള്ളം മതിയിട്ടാ. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് 1 മിനിറ്റ് ഇങ്ങനെ തന്നെ വേവിക്കാം.
നല്ലോണം ഒരു ആവി കയറിയാൽ മതി. അത് കഴിഞ്ഞ് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ 1 മിനിറ്റ് മതി കേട്ടോ. 1 മിനിറ്റ് ഒന്ന് വെച്ചാൽ അപ്പം തന്നെ മറിച്ചിടാം. ആവി വന്നതിന് ശേഷം നമ്മുടെ ചാള നോക്കിയാൽ നമ്മൾ വെള്ളമൊന്നും അങ്ങനെ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ട തിളച്ച് വരുമ്പോൾ വേണ്ട വെള്ളം വരുന്നത്. അപ്പോൾ അത് 1 മിനിറ്റ് നമ്മളിങ്ങനെ തന്നെ ഇട്ടു. ഇനി എന്താ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നു കേട്ടോ. ഉടഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ. കാരണം നമുക്ക് ഈ മുള്ളില്ലാണ്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മറിച്ചിടുമ്പോൾ ഒന്ന് ഉടഞ്ഞുകൊണ്ട് ഒന്നൊരു കുഴപ്പമില്ല. അധികം വെന്ത് പോവരുത്. കാരണം എന്താണെന്നറിയോ, വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാളയിലത്തെ മുള്ള് വരെ കൊഴിഞ്ഞ് വിടും. അപ്പോൾ അങ്ങനെ വരരുത്. നമ്മളിതിങ്ങനെ കൊഴിച്ചെടുക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ ചാളയിലത്തെ ആ മാംസം മാത്രം വരാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിതാ ഒരു വട്ടം കൊണ്ട് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. 1 മിനിറ്റ് തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ടാം. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ കൂർക്ക നോക്കിയാൽ തിളച്ചിട്ടുണ്ട് വേണ്ട. അപ്പോൾ നമുക്കിത് ഒന്ന് ഇളക്കൊക്കെ കൊടുത്ത് ഒരു മീഡിയം ലെവലിൽ നമുക്ക് തീയൊന്ന് കുറച്ച് വയ്ക്കാം. അപ്പം നമുക്കുണ്ടല്ലോ നോക്കിയേ, നമ്മുടെ ചാളത നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം എന്താണെങ്കിൽ ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് ചൂടാകണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് എന്നിട്ടെന്നറിയോ, നാളികേരം. അതായത് 1/2 മുറി നാളികേരം നമ്മൾ ചെരുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പം നോക്കിയാൽ ഞാൻ നാളികേരം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അധികം വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ അടിച്ചെടുത്തോളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം ഉണ്ടായാൽ മതി നമുക്കിതിൽ. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഇതേ നോക്കിയാൽ നമ്മുടെ ചാള ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എന്താ പറയുക, ഇങ്ങനെ ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. മുള്ളില്ലാണ്ട് ഇങ്ങോട്ട് കിട്ടട്ടെ നമുക്ക്. നന്നായി വെന്തുണ്ടെങ്കിലേ നമുക്ക് ഇങ്ങനെ കിട്ടില്ല. മുള്ളൊക്കെയും അടക്കം കൊഴിയും. അതാണ് നമ്മൾ ഈ ചാള ഇതിങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കൂർക്ക നോക്കിയാൽ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. വെള്ളമൊന്നും അധികം ഇല്ല. ഇനി ഞങ്ങൾ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ അമർത്തും വേണ്ട, വെന്തിട്ടുണ്ട്. എൻ്റെ കൈ ചൂടാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ചാള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് നമുക്ക് കൂർക്കയും ചാളയ്ക്കും ഒന്ന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ അരച്ചു കൊണ്ടുവന്ന നാളികേരം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം ഇതൊന്ന് കഴുകിയിട്ടും കൂടി ഇതിൽ ഒഴിക്കാം കേട്ടോ. ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ചാളിയും നമ്മുടെ നാളികേരം ഒക്കെ കൂർക്കയിലും ഒന്ന് നന്നായിട്ട് പിടിക്കണം വരെ. അപ്പോൾ ഇതിന് തിളക്കട്ടെ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ കൂർക്ക നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കറി എന്ന് പറയുന്നത് നല്ലൊരു കുഴമ്പ് രൂപത്തിലിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്താ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉള്ളി കാച്ചണം. അപ്പോൾ ഇതാ തീ കത്തിച്ച് നമ്മുടെ ചീനച്ചട്ടി അടുപ്പം വെക്കും. ചീനച്ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ. നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനേ ഒരു 4 ടീസ്പൂണിൻ്റെ അവിടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കേട്ടോ, നമ്മുടെ ഈ ചാള കൂർക്കും കൂടി വെക്കുമ്പോൾ നല്ല നെയ്ച്ചാള ആണെങ്കിൽ മാത്രമാണ് കൂർക്കും ചാളയും വെക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. അല്ലെങ്കിൽ നെയ്യില്ലാത്തൊരു ചാള കൂർക്കിട്ട് വയ്ക്കുമ്പോൾ എന്തായാലും ടേസ്റ്റ് കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് കൂടുതൽ ഒഴിച്ച് നമുക്ക് വെക്കാവുന്നുള്ളൂ. പക്ഷെ നെയ്ച്ചാള എന്നെ മേടിച്ച് വെച്ചോളൂ കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നോക്കിയാൽ ഞാനിപ്പോൾ ഒരു 8 ഉള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് നല്ല റൗണ്ടിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ.
നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ നോക്കിയേ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നോക്കിയേ 2 കതിര് വേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറേ നേരം ഇളക്കണില്ല. അപ്പം തന്നെ ആ തീ ഓഫ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് എടുക്കാം. നോക്കിയേ നമ്മുടെ കറി റെഡി ആയിട്ടാ. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചായത്തിന് കുടിക്കട്ടെ. ഷായറിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറി കേട്ടാ. കൂർക്കൊണ്ട് എന്ത് കറി കഴിക്കാനും ഭയങ്കര ഇഷ്ടം ഷായറിന്. എനിക്ക് കൂർക്ക, പയറ്, കൊള്ളി ഇതൊക്കെ ഇഷ്ടമാണ് ഭയങ്കരമായിട്ട്. കാണുമ്പോൾ രസം. ചൂടുണ്ടിട്ടാ. അടിപൊളി സാധനം അത്. കൂർക്കൊണ്ട് അധികം ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ഇത് നല്ല രസം. ശരിക്കും വാരി വാരി അടിക്കാം. എന്ന് വെച്ചാൽ മുള്ളൊന്നും ഇല്ല അങ്ങനെ. അത് കാരണം ഞാന് നമ്മുടെ ഈ കൂർക്കയും ചാള ഒക്കെ കഴിച്ച് പഠിച്ചത് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം. ഇവിടെ അമ്മ ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കൂർക്ക ചാളയിലിട്ട് വയ്ക്കും, അതേപോലെ ചേമ്പ് ചാളയിലിട്ട് വയ്ക്കും. ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് വയ്ക്കുന്നത്. ഇനി ഞങ്ങളുടെ കുറച്ച് വിഭവങ്ങൾ വരാൻ കൂർക്കൊണ്ടുള്ളതാണ്. കോർക്കും പോർക്കും, കോർക്കും ബീഫും, കോർക്കും ചിക്കനും ഇതൊക്കെ ആയിട്ട് വരും കേട്ടോ. ഇനി ഇവിടെ അങ്ങോട്ട് അങ്ങനെയായിട്ട് നമ്മള് ഈ കൂർക്കയുടെ ഒരു കാലം കഴിയുന്ന വരെ കൂർക്കോടുള്ള വിഭവങ്ങൾ മാത്രമായിരിക്കും കേട്ടോ നമ്മുടെ കയ്യിൽ. പിന്നെ നമ്മള് പറിച്ചു വരുമ്പോ നല്ല വെയിലായിരുന്നു. ഇപ്പൊ ഒരു കാലാവസ്ഥ മാറ്റം വന്നു പെട്ടെന്ന്. എന്തൊരു ചൂടായിരുന്നു അറിയോ. രാവിലെ ആ കൂർക്ക പറിക്കാനൊക്കെ പോയിട്ട് ഞാൻ ആ കൂർക്ക കഴിക്കുന്ന സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു. പക്ഷെ വെക്കാൻ നിൽക്കണ നേരത്ത് നല്ലൊരു അന്തരീക്ഷം. നല്ലൊരു അന്തരീക്ഷം. മഴക്കാറാണ്, എന്നാലും സുഖണ്ടായിരുന്നു. സൂപ്പറല്ലേ. ഇതിലെ ശരിക്കും സ്മിത നേരത്തെ പറഞ്ഞിരുന്നു നെയ്ച്ചാളകിയാണെങ്കിൽ. നെയ്ച്ചാളകി ആകുമ്പോ ശരിക്കും അതല്ല, നമ്മൾ സാധാരണ ശരിക്കും വൈകിട്ടേക്ക് കഴിക്കാൻ പാടില്ല. പുറത്ത് പോണവരാണെങ്കിൽ എങ്ങനെ കഴിക്കാനും ആ സ്മെല്ല് പോവില്ല. ആ ഷായറിന് എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. ഓരോ വാക്കിയാന്നറിയും. ആവശ്യമായിട്ട് ഞാൻ അങ്ങനെ വെക്കണ കറികള് എന്താ പറയാ വൈകിട്ട് ഉച്ച തിരിഞ്ഞ് ശേഷം കഴിക്കാറുള്ളൂ. പുറത്തേക്കൊന്നും പോവേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞു വന്നിട്ട് നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ കിട്ടില്ല.